السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمن بالخير والسعادة. اللهم وجهنا إلى الخير، وجه الخير إلينا يا أرحم الراحمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. اللهم انظر إلينا نظرة بعين رضا والأفعام والتوفيق لما تحبه وترضى. ഫതുഹുൻ മുഇൻ അൽഫിയ സബുക്കിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനികളെ, സഹോദരന്മാരെ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. നമുക്ക് ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. വുളൂഇന്റെ ഫർളുകളെ കുറിച്ചായിരുന്നു നാം പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ മൂന്നാമത്തത് ഇന്നലെ നമ്മൾ പറഞ്ഞു. അതിൽ നാലാമത്തേലേക്ക് പ്രവേശിക്കുകയാണ്. നാലാമത്തേത് തല അല്പം തടവുക എന്നുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ ആയത്തുണ്ടല്ലോ, ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലിക്കും ഇലൽ കഅബ് എന്ന് പറഞ്ഞ ആയത്ത് അതിന് ലക്ഷ്യമായിട്ട് നമുക്ക് പറയാം. അവിടെ തല തടവുക എന്നാണ്, തല കഴുകലില്ല, തല തടവൽ തന്നെയാണ്. തടവുക എന്ന് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞു. അപ്പോ തല തടവുക എന്ന് പറഞ്ഞാല് നമുക്ക് ഷാഫി മദ്ഹബ് പ്രകാരം തലയിലുള്ള ഒരു മുടിയുടെ ഒരു സൈഡിൽ തടവിയാലും നെറ്റിയുടെ കഴനെറ്റി ഭാഗങ്ങളിലുള്ള കുറഞ്ഞ ഭാഗങ്ങളിൽ ഒന്ന് തടവിയാലും ഒക്കെയും തടവൽ പൂർത്തിയായി. ഒരു പ്രാവശ്യം തടവിയാലും തടവി എന്ന് പറഞ്ഞ അതവിടെ പരിപൂർണമായി. അങ്ങനെയാണ്. അതേ സമയത്ത് അതിന്റെ ഒരു പരിപൂർണത കിട്ടണമെങ്കിൽ നാലിലൊരു ഭാഗമെങ്കിലും നാം തടഞ്ഞിരിക്കണം. നാലിലൊരു ഭാഗമെങ്കിലും തടഞ്ഞിരിക്കണം. അപ്പോഴേ അതിന്റെ പരിപൂർണത വന്നു എന്ന് നമുക്ക് മാനിക്കാൻ പറ്റുകയുള്ളൂ. മാത്രവുമല്ല, നാലിലൊരു ഭാഗം തടയുക എന്നുള്ളത് ഹനഫി മദ്ഹബിലെ വുജൂബുമാണ്. അപ്പൊ ഒരു മദ്ഹബിനെ നമ്മൾ പരിഗണിക്കണം. ആ പരിഗണിക്കണമെന്ന് നമ്മൾ മദ്ഹബ് ഷാഫി മദ്ഹബിലെ പണ്ഡിത ഫുഖഹാവിന്റെ ഭാഷ്യവും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, അതിന്റെ പരിപൂർണമായ രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് തള്ളവിരലുകൾ നമ്മൾ ചെവി തൊട്ടിയുടെ ഈ ഭാഗത്ത് വെച്ചിട്ട് ബാക്കിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പൊ മുഴുവൻ തടഞ്ഞു. അപ്പൊ പരിപൂർണത കിട്ടുകയും ചെയ്തു. ഇനി തലപ്പാവോ മറ്റോ ഉണ്ടെങ്കിൽ അടിയിൽ ഒന്നിങ്ങനെ തടവിയിട്ട് പിന്നെ ബാക്കി തലന്റെ മുകളിൽ തടവി എന്നാലും സഹീഹാകും. അങ്ങനെ പ്രവാചകന്റെ ചര്യ ഉണ്ടായിട്ട് ഉണ്ട്. അത് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. തിർമിദിയിലൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് അതിന്റെ നിയമവ്യവസ്ഥ എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അതിന്റെ ഇബാറത്തിലേക്ക് പ്രവേശിക്കാം. ഇബാറത്തിൽ നിന്ന് നമുക്ക് മസല ഒന്നുകൂടി വ്യക്തമാക്കാം. വുളൂഇന്റെ ഫർളുകളിൽ നിന്ന് നാലാമത്തത് മസ്ഹു ബഅദ് റഅസിഹി, മുതവല്ലിന്റെ തലയുടെ അല്പം തടവലാണ്. മുതവല്ലിന്റെ റഅസിന്റെ അല്പം തടവലാണ് എന്ന് ആണ് ഇബാറത്ത്. അതേതുപോലെ കന്നസഅതി, കഴനെറ്റി പോലെ. അതേപോലെ ബയാദുല്ലദി വറാഅൽ ഉദ്നി, ചെവിയുടെ പിന്നിലുള്ള ഒരു വെളുപ്പ്, ചെവിയുടെ ബാക്കിലുള്ള ഒരു വെള്ള. ആ വെള്ളയെ അവിടെ തടഞ്ഞാലും അവിടെ ബഷറിൻ ഔ ഷാരിൻ, മുടിയോ അല്ലെങ്കിൽ തൊലിയോ ആയിട്ടുള്ള തലയിൽപ്പെട്ട അവിടെ കുറച്ചൊന്നിങ്ങനെ തടവിയാലും ഏത് ചെയ്യും, മസഹ് എന്നത് നമുക്ക് കിട്ടി എന്ന് പറയാം. അതാണ് അതിന്റെ വ്യക്തത എന്നാണ് നമ്മളെ ഇബാറത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. വറാബിഹ മസ്ഹു ബഅദ് റഅസിഹി, അതിന്റെ മസ്ഹു ബഅദ് റഅസി, തലയിൽ നിന്ന് അല്പത്തെ തടവലാണ്. തലയിൽ നിന്ന് അല്പത്തെ തടവൽ എന്തുകൊണ്ടാണ്? അത് കൈകൊണ്ട് തന്നെയാണ് തടവേണ്ടത്. അതിന്റെ പ്രബലത കൈകൊണ്ട് തന്നെയാണ്. കൈകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ വിരലുകൊണ്ട് ഒക്കെ ഇങ്ങനെ തടഞ്ഞാലും ആ തടവൽ കിട്ടി. ഇനി കൈ സ്വാധീനമില്ലാത്ത ഒരാളാണെങ്കിൽ മറ്റ് കാര്യങ്ങളെ കൊണ്ട് ചെയ്താലും ശരിയാകും. അപ്പോ തുഹ്ഫയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. കൈ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളെ കൊണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ മറ്റുള്ളത് കൊണ്ട് പറ്റുക എന്നതിന്റെ മസല അത് മനസ്സിലാക്കേണ്ടത് കൈ ഉള്ളപ്പോഴല്ല. കൈയിന് കുഴച്ചിലോ അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്നിടത്തേക്ക് അതിനെ ആ മസലയെ കൊണ്ടെത്തിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു ഇബാറത്ത് കാണും, ബിയദിന ഗൈരിഹ എന്ന് പറയും. കൈ കൊണ്ടോ അതല്ലാത്തത് കൊണ്ടോ അത് അവിടേക്കാണ് എന്ന് വിശദമായിട്ട് മനസ്സിലാക്കാനും ഉണ്ട്. അപ്പോ ഈ തലയിൽ നിന്ന് അല്പം എന്ന് പറഞ്ഞത് കൊണ്ട് അല്പം കൊണ്ട് ഉദ്ദേശിക്കുന്ന കന്നസാത്തി, കഴനെറ്റി പോലെ. നമ്മളെ കഴനെറ്റി, നെറ്റിയുടെ മുർദാവിന്റെ രണ്ട് സൈഡിൽ കൂടി നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഏതാണ് കഴനെറ്റി എന്ന് നമ്മൾ ഇന്നലെ വിശദീകരിച്ചു. തല മുഖം കഴുകുമ്പോൾ അതിന്റെ അതിർത്തി പറഞ്ഞപ്പോൾ അതിനാണ് കഴനെറ്റി. പിന്നെ വൽ ബയാദുല്ലദി വറാഅൽ ഉദ്നി, ചെവിയുടെ ബാക്കിലുള്ള ഒരു വെളുപ്പ്, ആ ഭാഗത്ത് തടഞ്ഞാലും കിട്ടും. ബഷറിൻ ഔ ഷറിൻ, അവിടുത്തെ മുടിയോ
പിന്നെ തൊലിയോ അതുമ്മ തടയാനും മതി. എന്ന് വെച്ചാൽ ഫി ഹദ്ദിഹി റഅസിന്റെ അതിർത്തിയിലുള്ളതായ ആ മക്കാനിനെയാണ് തടവേണ്ടത്. അത് വലവ് ബാധ ഷഹറത്തും വാഹദത്തിൻ, അത് മുടിയിൽ ഒരൽപ്പത്തെയാണെങ്കിലും ശരി. ആ മംസുഹ് വലവുക്കാനൽ മംസുഹ് ആ തടയപ്പെടുന്നത് ബാധ ഷഹറത്തും വാഹദ് ഒറ്റ മുടിയാണെങ്കിലും, ഒറ്റ മുടിയിൽ നിന്ന് അല്പമാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ അത്രക്കാണെങ്കിലും അതിന്റെ ആ ഫറല് കിട്ടി എന്നർത്ഥം. അതുമ്പോ നിർത്തണം എന്നല്ല. അതിന് ലക്ഷ്യം എന്താണ്? ആയത്തുണ്ട്. എന്തായത്ത് നമ്മൾ നേരത്തെ ഓതി? ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലിക്കും ഇലാ ആഖിറിൽ ആയ. അങ്ങനെ ആ പറഞ്ഞ ആയത്താണ് ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം. ഇമാം ബഗവി തങ്ങളുടെ അഭിപ്രായം, ഖാലൽ ബഗവി, ഇമാം ബഗവി തങ്ങൾ പറയുന്നു, ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിവുള്ളവരെ ഇതിൽ വരുള്ളൂ. അപ്പൊ അതിൽപ്പെട്ട ആളാണ് ആര്? ഇമാം ബഗവി തങ്ങൾ. ഇമാം ബഗവി തങ്ങളുടെ മസലക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് ബഗിയയിൽ അത് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ യംബഗി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും യംബഗിക്ക് ഒരർത്ഥമല്ല, അത്യാവശ്യമാണ് എന്ന് നമ്മൾ അർത്ഥം വെക്കും. യംബഗി എന്ന് പറഞ്ഞാല് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാല് അത് സുന്നത്തായിട്ടും മുജൂബായിട്ടും മുസ്തഹബായിട്ടും ഒക്കെ വെക്കാം. പക്ഷെ ഇവിടെ യംബഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യജിബു എന്നാണ്, നിർബന്ധമാണ്. അല്ലാ യുജ്സിയ അൽ അഖല്ല മിൻ ഖദരിൻ നാസിയ, മൂർദാവിന്റെ കണക്കിൽ നിന്ന് കാട്ടിലും കുറയുക എന്നത് മതിയാവാതിരിക്കലും, അതിൽ നിന്നും അകല് മതിയാവാതിരിക്കൽ നിർബന്ധമാണ്. അപ്പോ ആ മൂർദാവിന്റെ കതിറിയെങ്കിലും നമ്മൾ തടഞ്ഞിരിക്കണം എന്നതാണ്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, മുടി വല്ലാതെ നീണ്ടൊക്കെ വന്നല്ല. അപ്പൊ ആ പരിപൂർണത കിട്ടാൻ പഴയ മാമാരെ കാണിക്കണ മാതിരി ആ നെറുവില് ആയിട്ട് തന്നെ ഒന്നാണ് തടവുക. അങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒരു അരുതും അതിന് കുഴപ്പമൊന്നുമില്ല. അത് പഴയ കാലത്തെ പഴയ ആലിമ്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലാക്കിയതാണ്. അപ്പൊ പിന്നെ മുടികൾ താണിമയാണോ അല്ലെങ്കിൽ വേണോ എന്നുള്ള ആ സംശയങ്ങളൊന്നും വരണ്ട. അപ്പൊ അവര് മുടിയുടെ ആ സെന്ററിൽ ആ നാസിയത്തിൽ തന്നെ തടവുന്നതായിട്ട് എനിക്ക് വല്യമാനൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ തടവലാണ് അവിടെ നമുക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം. അപ്പോൾ ഈ പറഞ്ഞ ഖദർനാസിയത്ത് കിട്ടുകയും ചെയ്തു, 1/4 ആവുകയും ചെയ്തു, ആ പരിപൂർണതയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാ യുജ്സിയ, മതിയാവാതിരിക്കൽ നിർബന്ധമാണ്. എന്ത് മതിയാതിരിക്കുക? അക്കല്ല, കുറഞ്ഞത് മതിയാതിരിക്കൽ. എന്തിനേക്കാൾ കുറഞ്ഞ ഖദർനാസിയ, നമ്മുടെ മൂർദാവിന്റെ ഖദറിനേക്കാൾ കുറഞ്ഞത് മതിയാവാതിരിക്കൽ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരൽ അത്യാവശ്യമാണ്. അപ്പൊ വുജൂബാണ്. വഹിയ, ഇനി ശ്വാസം പറ. വഹിയ ആ നാസിയത്ത് എന്ന് പറഞ്ഞ ഏതാണ്? മാബൈന നസത്തിന്റെ 2 കാഴ്നെറ്റിന്റെ ഇടയിലുള്ളത്, നമ്മളെ ആ 2 കാഴ്നെറ്റിയുടെ ഇടയിലുള്ളത്. കാരണം ആ സ്ഥലത്ത് സൂക്ഷിക്കൽ നിർബന്ധമാണ് എന്ന് പറയാൻ ആ ഇജ്സാഇനുള്ള കാരണം എന്താണ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യംസഹ് അഖല്ല മിൻഹാ, ആ ഖദറിനെക്കാട്ടിലും അക്കല്ല് തടവിയിട്ടില്ല. അത് മതി തന്നെ. അപ്പൊ പ്രവാചകന്റെ ശരീരം അങ്ങനെ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അത് മതി തന്നെ ചെയ്യാം. ഈ പറഞ്ഞത് വഹുവ റിവായത്തു അൻ അബി ഹനീഫ റളിയല്ലാഹു തആല, ഇങ്ങനെ അക്കല്ല് തടഞ്ഞിട്ടില്ല എന്നുള്ള ഈ റിവായത്തൊക്കെ വന്നിട്ടുണ്ട് അബി ഹനീഫ ഇമാം തങ്ങളെ തൊട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വൽ മഷ്ഹൂർ അൻഹു, അതായത് ഇമാം അബു ഹനീഫ ഇമാമിനെ തൊട്ട് പ്രസിദ്ധമായിട്ടുള്ളത് വുജൂബ് മസ്ഹർ റുബഇ, തലയുടെ 1/4 എങ്ങനെ തടയണം എന്നുള്ളതാണ്. എന്താ ഈ മസല ഇവിടെ കൊടുത്ത് ഇങ്ങനെ പറയാൻ കാരണം? ആ മസലയെ പരിഗണിക്കണം, അത് എടുക്കണം. അതുകൊണ്ടാണ് ഈ മസലകൾ കൊടുക്കുന്നത്. അല്ലെ അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബ് അല്ലല്ലോ നമ്മളെ ഫിഖ്, നമ്മളെ ഷാഫി മദ്ഹബ് അല്ലേ. അപ്പൊ ആ അബു ഹനീഫ ഇമാമിന്റെ ആ അഭിപ്രായത്തെ പരിഗണിക്കൽ നമുക്ക് വുജൂബുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞു തരാനാണ് ആ വിഷയം ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇനി 5ാമത്തേലേക്ക് നമുക്ക് വരാം. വഖാമിസു ഗസ്ലു രിജ്ലൈഹി, 2 കാലിനെ കഴുകുക. ബികുല്ലിൻ രിജ്ലൈഹി ബികുല്ലി കഅബിൻ, ഞെരിയാണി ഉൾപ്പെടെ, ഞെരിയാണിയോട് കൂടെ 2 കാലിനെയും കഴുകുക. ഞെരിയാണി നമുക്കൊക്കെ മനസ്സിലായി, ആ ബോൾട്ട് ഇട്ട് നിർത്തിയ സ്ഥലം. അപ്പൊ അതിന്റെ മുകളിലായിട്ട് കാലിനെ കഴുകൽ നമുക്ക് വുജൂബാണ്. അങ്ങനെ അപ്പൊ കാല് കഴുകലാണ്. ഇനി ആരെങ്കിലും കാല് തടവണം എന്ന് അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് അബദ്ധം പറ്റിയതാ. കാരണം വംസഹു ബി റൂസിക്കും അർജുലക്കും എന്നാണ്. അപ്പൊ അവിടെ മഹല്ല നോക്കിയിട്ടും ചെയ്യാം, അതല്ല അതിന്റെ ഇബാറത്തിന്റെ ശൈലി നോക്കിയിട്ട് നമുക്ക് അതിനെ വായിക്കാം. അർജുലക്കും. അപ്പോ ഇദാ കുന്തു ഇല സ്വലാത്തി ഫൗസുലു വുജൂഹക്കും അർജുലക്കും, അപ്പൊ ഗസലിലേക്കാണ്. ഇനി അർജുലിക്കും എന്ന് വായിക്കുമ്പോ ഈ ഒരു മസ്ഹിന്റെ ഒരു മസല അതുമായിട്ട് ചുറ്റിപ്പറ്റിയുണ്ട്. അതും അതിൽ തന്നെ കിട്ടണല്ലോ. അതേതാണ് മസ്ഹുൽ ഖുഫ എന്ന് പറഞ്ഞ ബാബുണ്ട്. അപ്പൊ അതിന് ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഏതാവണ്ട, വടി മുന്തൊന്നും എടുക്കണ്ട. അതും ഈ പറഞ്ഞ ആയത്ത് കൊണ്ട് തന്നെ സ്ഥിരപ്പെടുത്താൻ കഴിയും. കുറച്ച് ആഴത്തിൽ ഇറങ്ങിയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ വിഷയം തീർന്നു. അപ്പൊ 2 കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 2ാം ക്ലാസ് മുതൽ പഠിച്ചത് തന്നെ. പക്ഷെ അത് അറബി ഇബാറത്തുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമാക്കി പറഞ്ഞു. ഇതിലാർക്കും വ്യത്യാസവുമില്ല. കഅബ് അതാണ്.
അങ്ങനെ കഴുകലാണ്. അതായത് മീൻ കുല്ലി റിജിലിൻ, എല്ലാ ഓരോ കാലിൽ നിന്നുള്ള ഏതാണ് കഅബ് എന്നാണ്. ഇനി ഒരാൾക്ക് ഒരു കാലുള്ളെങ്കിൽ ഒരു കാല് കഴുകുക, അത്രേ ഉള്ളൂ. അവിടെ പിന്നെ വേറെ വസ്തുക്കൾ വരുന്നില്ല. ലില്ലായത്തി, ഇതിനും ലക്ഷ്യം എന്താണ്? ആയത്താണ്. എന്താ ആയത്ത്? നമ്മൾ പോതിയിട്ടുള്ള ആയത്ത് തന്നെ. വംസബിറോസുക്കും വറുതിലേക്കും തന്നെ. ഔ മസ്ഹ ഖുഫൈഹിമാ, ഒരൊറ്റ ഇബാറത്ത്. അല്ലെങ്കിൽ ആ രണ്ട് ഖുഫയെ തടവലാണ്. ബി ഷുറൂത്തിഹി, ആ ഖുഫ തടവുന്ന നിബന്ധനയോട് കൂടെ. അവിടെയാണ് ഇപ്പൊ നമ്മൾ എത്തിപ്പെട്ടത്. അപ്പൊ ഈ മസ്ഹു ഖുഫൈൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ഇബാറത്ത് കൊണ്ട് ഫത്ഹുൽ മുഈൻ നമുക്ക് ആ വിഷയം അങ്ങോട്ട് ചുരുക്കി തന്നു. പക്ഷെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. ഖുഫ തട എന്ന് പറഞ്ഞാൽ ചെറിയ ചുരുക്കി നമുക്ക് ആ വിഷയം ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇസ്ലാം വളരെ എളുപ്പമുള്ളതാണ്, തിടുക്കമുള്ളതല്ല എന്ന ഒരു ആശയം നമുക്ക് പറയാൻ പറ്റിയ ഒന്നാണ് വുളൂഇൽ മസ്ഹുൽ ഖുഫ എന്ന് പറഞ്ഞത്. അതായത് രണ്ട് കദമ്, രണ്ട് കാല് കഴുകുന്നതിന്റെ പകരമായിട്ട് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് നമുക്കൊരു വലിയ റുഖ്സ തന്നതാണ്. ഇനി ഖുഫ എന്ന് പറഞ്ഞ സാധനം അതെന്താ അറിയോ? അത് തോലിനാലുള്ള ഒരു ചെരുപ്പ്. നമുക്ക് പരിചയപ്പെടുത്തുന്ന കിതാബിൽ അങ്ങനെയാണ്. നമ്മുടെ കഅബിനെ മൂടണ, അതായത് നമ്മളെ ഞെരിയാണി മൂടുന്നതായിരിക്കണം. അപ്പൊ ഞെരിയാണിന്റെ താഴെയുള്ള ചെരുപ്പല്ല, ഞെരിയാണി മൂടുന്നത്. നമുക്കറിയപ്പോ അത് ആ സാധനം തന്നെ നമ്മളെ കൈവശം നമുക്കൊക്കെ അറിയണതാണ്. ഖുഫ ഇവിടെയൊക്കെ വന്നാൽ നമുക്ക് കിട്ടും. ആ മുകളിലേക്ക് ഇനി അതൊന്നും വേണ്ട, നമ്മളെ പട്ടാൾക്കാർ ധരിക്കുന്ന ഷൂസ് പറഞ്ഞാൽ പെട്ടെന്ന് തിരി ഇല്ലേ? അതല്ലെങ്കിൽ നമ്മളെ കമ്പനിക്കാർ ധരിക്കുന്നത്, നമ്മളെ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ പോകുന്ന ആളുകൾ ധരിക്കുന്നത് ആ മേലോട്ട് ആ കഅബിന്റെ അവിടേക്ക് എത്തിയ ഒരു ഷൂസ് ഉണ്ടല്ലോ, ആ ഷൂസാണ് ധരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. വൽ മസ്ഹു അലൽ ഖുഫൈൻ ജായിസുൻ, അങ്ങനെ കിതാബിൽ അതിന്റെ ഷറയിലൊക്കെ ഇബാറത്തുകൾ കാണുന്നുണ്ട്. അപ്പോ അത് അനുവദനീയമാണ്. അത് ആർക്ക് ഇനിയിപ്പോ ഈ ഖുഫ ധരിക്കാന്ന് പറഞ്ഞാൽ ആണിനോ പെണ്ണിനോ എന്ന് പറഞ്ഞാൽ ഇനി അതൊരു അഭിപ്രായങ്ങൾ വരും. അപ്പൊ യഥാർത്ഥത്തിൽ ആണിനും പെണ്ണിനും ധരിക്കാം, യാത്രയിലും ധരിക്കാം, യാത്രയിൽ അല്ലാത്ത സമയത്തും ധരിക്കാം. അതുപോലെ തന്നെ ചൂട് കാലത്തും അതുപോലെ തന്നെ ചൂടില്ലാത്ത തണുപ്പ് കാലത്തും രണ്ട് സമയങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതായത് രണ്ടിന്റെ ഇടക്കുള്ള കാലം, ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുന്ന കാലം, തണുപ്പിൽ നിന്ന് ചൂടിലേക്ക്, ഈ രണ്ട് സമയത്തും കുറച്ച് പിന്നെ പൊട്ടലും കയറലൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പൊ ആ സമയങ്ങളിലൊക്കെയും ഇത് ചെയ്യാം, അനുവദനീയമാണ്. ഷറഹ അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അങ്ങനെ ചെയ്തതായിട്ട് ഒരുപാട് ഹദീസുകളുണ്ട്. ജരീർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് മൂത്രിച്ചു, തുമ്മ തവല്ല, പിന്നെ ഉളുണ്ടാക്കി, പിന്നെന്താ ചെയ്യുക? മസഹാല ഖുഫൈഹി, രണ്ട് ഖുഫ തടവി എന്ന് കാണാം. ഇതന്നെ ലക്ഷ്യം. ഇത് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഷർത്തുകൾ ഒരു ഒറ്റ വാക്കിൽ നമുക്കൊന്ന് പറയാം. നമ്മൾ ഈ പിന്നെ ഫത്ഹുൽ മുഈനിന്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളൂ, അതിന് കൂടുതൽ വിശദീകരണങ്ങൾ അവിടെ ഇല്ല. മറ്റു കിതാബുകളിൽ അതിന്റെ വിശദീകരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വിശദീകരിക്കേണ്ട, മഹദിയിൽ വിശദീകരിക്കേണ്ട, ബാബായിട്ട് തന്നെ പോകുന്നുണ്ട്. എന്നാലും അതിന്റെ ചെറിയ ഒരു വിവരണം നമുക്ക് മനസ്സിലാക്കാം. അതായത് ഖുഫ എന്ന് പറയുന്നത് മേൽജോടി, നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അത് ധരിക്കണമെങ്കിൽ പിന്നെ നമ്മള് കുളിയാണെങ്കിൽ കുളി, അല്ലെങ്കിൽ വുളു. അപ്പൊ പരിപൂർണമായ ഒരു കുളിയോ വുളുവോ എടുത്ത് ശുദ്ധിയായതിനു ശേഷമാണ് ധരിക്കേണ്ടത് എന്ന് ഒരു ഷർത്താണ്. രണ്ടാമത്തത്, അത് നമ്മളെ ഈ കാലിനെ ശരിക്കും മൂടുന്നതും മറക്കുന്നതും മുഴുവത്തിനെയും മറക്കുന്നതുമായിരിക്കണം. രണ്ട്. മൂന്നാമത്തത്, ആ കാലിലേക്ക് വെള്ളം കേറുന്നതിനെ തടയണം. അതുകൊണ്ടാണ് നമ്മൾ സോക്സ് പറ്റൂല എന്ന് പറയുന്നത്. സോക്സിൽ എന്താവും? വെള്ളം തട്ടിയാലും വെള്ളമൊക്കെ കയറി നമ്മളെ കാലുമ തട്ടും. അപ്പൊ വെള്ളം ചേരാൻ പറ്റാത്ത തന്നെ ആയിരിക്കണം. പിന്നെ അവിടെ നടക്കാനും വരാനും പോവാനൊക്കെ പറ്റണം. അപ്പോൾ പിന്നെ ഇനി വേറെ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ടെങ്കിൽ നജസ് ഉണ്ടെങ്കിലോ അത് നമുക്ക് അതുകൂടി ഇതിൽ പറയുന്നുണ്ട്. അതെന്തായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം, നജസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്തും കൂടി ആയിരിക്കണം, അത് നല്ല ശക്തിയുള്ളതായിരിക്കണം. എന്തെങ്കിലും ഒന്ന് തൊടുമ്പളത്തിനോ ഒന്ന് തട്ടുമ്പളത്തിനോ കീറി പറഞ്ഞു പോകുന്ന സാധനമാവാൻ പാടില്ല. അത് പിന്നെ ശക്തിയായിരിക്കണം. അതിന്റെ മേൽ നടക്കാൻ കഴിഞ്ഞിരിക്കണം. അതായത് ഒരു ദിവസം രാപ്പകലായിട്ട് അല്ലെങ്കിൽ 3 ദിവസം യാത്രക്കാരന് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലുള്ള സാധനമാണെങ്കിൽ അത് എന്താ ചെയ്യാൻ പറ്റുമ്പോ തടയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഷർത്തുകളൊക്കെയും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഖുഫന്റെ മേല് തടവല് നമുക്ക് അനുവദനീയമാണ്. അതായത് നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ ഖുഫന്റെ മേല് ഓരോ വുളൂല് എടുക്കുമ്പോൾ ഒരു രാവും പകലും അവനതിനെ തടയാൻ പറ്റും. അതായത് 24 മണിക്കൂർ എന്ന്. അവന് ആ അശുദ്ധി ഉണ്ടായത് മുതൽ ഒരു 24 മണിക്കൂർ ധരിക്കാം. ഞാൻ യാത്രക്കാരനാണെങ്കിൽ 3 ദിവസത്തെ അനുമതിയും ഉണ്ട്. അതാണ് അതിനെക്കുറിച്ച് ചുരുങ്ങിയ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റും ഒരുപാട് പിന്നെ മസലകൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇനി അത് തടവേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ തടവേണ്ടത് ഖുഫയുടെ മേൽഭാഗത്തു നിന്നാണ്. അടിഭാഗത്ത് മാത്രം തടവി കഴിഞ്ഞാൽ ഏതാവൂല, മതിയാവൂല. പിന്നെ അതിന്റെ നേരെ സുന്നത്ത് എന്താന്ന് വെച്ചാല് മോൾ ഭാഗവും അടിഭാഗവും
ഹുത്തൂത്തായിട്ട് തടവാറ്. നമ്മളെ കൈയിന്റെ വിരലുകൾ ഇങ്ങനെ വിടർത്തി പിടിക്കുക. എന്നിട്ട് മുകളിൽ, അതായത് പിന്നെ വലത്തെ കൈയിന്റെ വിരലുകൾ വെക്കുക. അതിങ്ങനെ വിടർത്തിയിട്ട് വെക്കുക. എവിടെ വെക്കുക? നമ്മളെ കാലിന്റെ മുകൾ ഭാഗത്ത് വെക്കുക. വലത്തെ കൈയിന്റെ കാലിന്റെ മുകൾ ഭാഗത്ത് വെക്കുക. എന്നിട്ട് അതിനെ ആ വിരലുകളെ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ രണ്ട് വിരലുകൾ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ചെക്കരക്കാട് കുട്ടികൾ കളിക്കും പോലെ ഇങ്ങനെ അടിച്ചടിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അതുപോലെ ഈ പിന്നെ മറ്റേ പിന്നെ അതിന്റെ അടിഭാഗത്ത് നിന്ന് കാഴ്ബ് നെരിയാടിന്റെ അവിടുന്ന് ഇങ്ങോട്ടും അടിയിലൂടെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ പതിയെ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ കൊത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഇടഭാഗത്ത് നിന്ന് പിന്നെ താഴ്ഭാഗത്ത് നിന്നും നമ്മളെ പിന്നെ ഇടത്തെ കൈയിന്റെ പിന്നെ വിരലുകളങ്ങനെ വിടർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോ വലത്തെ കൈയിനെ മുകളിലേക്കും ഇടത്തെ കൈയിനെ അടിയിലേക്കും കൊണ്ടുവന്നിട്ട് രണ്ട് ഹുഫൈനെയും തടയുക. ഇതാണ് അതിന്റെ ഏറ്റവും പരിപൂർണമായ രീതി. ഇനി മുകളിലാണെങ്കിലും അത് മതിയാവും, താഴെ മാത്രമാണെങ്കിലും മതിയാവുകയില്ല. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് ഇതിന്റെ ചുരുക്ക ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതാണ് ഇപ്പൊ ഒരു ഇബാറത്തിൽ ഇവിടെ ഒതുക്കിപ്പോയത് ഇൻഷാ അല്ലാഹ്. അപ്പൊ മസ്ഹ ഹുഫൈഹിമ, രണ്ട് ഹുഫയെ തടവലാണ്. ബി ഷുറൂത്തിഹി, അതിന്റെ നിബന്ധനകളോട് കൂടെ. അപ്പൊ വയജിബു ഗസ്ലു ബാത്തിൻ സഖബിൻ വശഖൻ, അപ്പോ ഓട്ടയോ കീറലോ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ അതിന്റെ ഉള്ളു കഴുകൽ നമുക്ക് നിർബന്ധവുമാണ് എന്നതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി തന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇനി അടുത്തത് ഫർഉൻ ലൗ ദഖലത്ത് ഷൗകത്തുൻ ഫി റിജ്ലിഹി. ഇൻഷാ അല്ലാഹ് അത് ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം ഇൻഷാ അല്ലാഹ്. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറിനെ പറയാനും അത് കേൾക്കാനും പ്രവർത്തിക്കാനും പ്രായമാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.